സംസ്ഥാനത്ത് വീണ്ടും ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. തൃശൂർ പീച്ചിയിൽ കാട്ടാന ആക്രമണത്തിൽ 58-കാരനാണ് മരിച്ചിരിക്കുന്നത്. താമര വെള്ളച്ചാലൂരിലെ പ്രഭാകരനാണ് മരിച്ചത്. വനത്തിൽ വച്ചാണ് ആക്രമണം ഉണ്ടായത്. പീച്ചി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് തിരിച്ചു. ലെവിൻ കെ വിജയനോട്. ലെവിൻ, എന്താണ് സംഭവിച്ചത്? സേതു, അല്പസമയങ്ങൾക്ക് മുൻപാണ് ആദിവാസിയായിട്ടുള്ള മറ്റൊരു ആളുടെ മരണം കൂടി ആന ആക്രമണത്തിൽ പൊരിഞ്ഞതായിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭിച്ചത്. താമര വെള്ളച്ചാൽ ഊരു നിവാസിയായ 58 വയസ്സുകാരൻ പ്രഭാകരനാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. പീച്ചി ഫോറസ്റ്റ് റേഞ്ചിനുള്ളിൽ പീച്ചി വനമേഖലയോട് ചേർന്ന ഉൾവനത്തിൽ തന്നെയാണ് ആനയാക്രമണത്തിൽ ഇദ്ദേഹം മരണപ്പെട്ടത്. വനവിഭവങ്ങൾ മറ്റും ശേഖരിക്കാൻ വേണ്ടിയാണ് പ്രഭാകരൻ വനത്തിനുള്ളിലേക്ക് പോയത്. ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം വനത്തിൽ പോയത്. പിന്നീട് മറ്റുള്ള ആളുകൾ തിരഞ്ഞന്വേഷിച്ച് എത്തിയപ്പോഴാണ് ആന ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പീച്ചിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കടക്കം അല്പസമയങ്ങൾക്ക് മുൻപാണ് വിവരം ലഭിച്ചത്. അവർ അവിടുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനത്തിനുള്ളിലേക്ക് മൃതദേഹമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വനവിഭവങ്ങൾ ശേഖരിച്ച് വനത്തിനുള്ളിൽ പ്രവേശിച്ച ഇദ്ദേഹത്തെ ആന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റു വിവരങ്ങൾ കൂടുതലായി ലഭ്യമായിട്ടില്ല. ഏതായാലും കാട്ടിനുള്ളിൽ വെച്ചായിരുന്നു ആക്രമണം. അതെ, കാട്ടിനുള്ളിൽ വെച്ച് തന്നെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ഇദ്ദേഹത്തെ ആക്രമിച്ചു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇനിയും ആർക്കും വ്യക്തത വന്നിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് യാത്ര ആരംഭിക്കുന്നതേയുള്ളൂ. അവർ അവിടെ എത്തിയാൽ മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുക. പ്രദേശവാസികൾ, ആദിവാസികളായിട്ടുള്ള ആളുകൾ തന്നെ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ വനത്തിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. ആനയാക്രമണത്തിൽ സംസ്ഥാനത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളുടെ ഒരു മരണത്തിന്റെ ലിസ്റ്റിൽ ഒരാൾ കൂടി പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം. ഇത്തവണ പീച്ചി സ്വദേശിയായിട്ടുള്ള പ്രഭാകരനാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ എപ്പോഴാണ് ആക്രമണം നടന്നതെന്നടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അത്തരം വനവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെ ജനപ്രതിനിധികളും അടക്കം അവിടേക്ക് എത്തിയാൽ മാത്രമാകും അത്തരം വിവരങ്ങളെ കുറിച്ച് നമുക്ക് സൂചന ലഭിക്കുക. ഏതായാലും ഇന്ന് രാവിലെയാണ് മരണം. മൃതദേഹം ഇപ്പോഴും വനത്തിനുള്ളിൽ തന്നെയാണോ? സേതു, അത് തന്നെയാണ്. വനത്തിനുള്ളിലാണ് മൃതദേഹം ഉള്ളത്. മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കം അവിടെ എത്തി അതിന്റെ നടപടികളടക്കം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മൃതദേഹം പുറത്തേക്ക് എടുക്കാനാവുകയുള്ളൂ. മാത്രമല്ല വനത്തിന് ഉൾപ്രദേശമായതുകൊണ്ട് തന്നെ ഈ പോകുന്ന ആളുകളുടെ സുരക്ഷ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ച് അവരവിടെ എത്തി വേണം മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാനാവുക. ഏതായാലും മറ്റൊരു മരണം കൂടി ആനയാക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നു. കാട്ടാന ആക്രമിച്ച് മരിച്ചത് പീച്ചി സ്വദേശിയായ പ്രഭാകരനാണ്. 58 വയസ്സാണ് പ്രഭാകരന്. ഇന്ന് രാവിലെയാണ് മരണവിവരം അറിയുന്നത്. പീച്ചിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകാൻ വേണ്ടി യാത്ര ആരംഭിക്കുകയാണ്. സേതു.